കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം വളരെ വിശദമായിട്ട് തന്നെ അവർ പരിശോധിച്ചു, അതായത് കോടതി പരിശോധിച്ചു എന്ന് ചീഫ് ജസ്റ്റിസ് ഇന്ന് കോടതിയിൽ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അതേപോലെ തന്നെ ക്ലാരിഫിക്കേഷൻസ് വേണമെന്നും പറഞ്ഞു. പക്ഷേ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഏകദേശം ഒരാഴ്ച കൊണ്ട് റിട്ടയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ കേസ് കേട്ടാൽ തന്നെ ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും അതിന് വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അദ്ദേഹം ഇന്ന് കേസ് കേൾക്കാതെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകുന്ന ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ മുമ്പിൽ കേസ് വെക്കാമെന്നും ജസ്റ്റിസ് ബി.ആർ. ഗവായ് കേസ് കേൾക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ന് കേസ് 15-ാം തീയതിയിലേക്ക് മാറ്റിയത്. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം കേസിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതായത് വഖഫ് ബൈ യൂസറിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ വഖഫ് ബോർഡുകളുടെയും വഖഫ് കൗൺസിലുകളുടെയും അപ്പോയിൻറ്റുകളെ സംബന്ധിച്ചുള്ള ആ സ്റ്റേറ്റ്മെൻറ്റുകൾ തുടരുമെന്ന് തന്നെയാണ് ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് മെയ് 15-ാം തീയതി ജസ്റ്റിസ് ഗവായിയുടെ ബെഞ്ചിൻ്റെ മുമ്പിൽ ഈ കേസിൽ ഇടക്കാല ഉത്തരവിന് വേണ്ടി വാദം തുടരും എന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്.